പ്രിയമുള്ളവരെ, വചനജ്വാല 1029 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 25 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 25 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് എല്ലാവർക്കും ഒരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് യൂദിത്ത് അവസാനിക്കുകയാണ്. 16 അധ്യായം 9 മുതൽ 25 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നാളെ മുതൽ എസ്തർ ആരംഭിക്കും. നമ്മൾ ഇന്നത്തെ വചനവായന ആരംഭിക്കുന്നു. മർദ്ദിതരായ ഇസ്രായേൽ ജനത്തെ ഉദ്ധരിക്കാൻ അവൾ തന്റെ വൈധവ്യ ദുഃഖം മറച്ചുവെച്ചു. മുഖത്ത് സുഗന്ധദ്രവ്യങ്ങൾ ലേപനം ചെയ്തു. ശിരോഭൂഷണം കൊണ്ട് കേശം അവനെ വശീകരിക്കാൻ നേർത്ത മേലങ്കി ധരിച്ചു. അവളുടെ പാതുകം അവന്റെ കണ്ണ് കവർന്നു. അവളുടെ സൗന്ദര്യം ഹൃദയത്തെ കീഴ്പ്പെടുത്തി. വാൾ ഗളത്തെ വിച്ഛേദിച്ചു. പേർഷ്യക്കാർ അവളുടെ ധീരത കണ്ട് വിറച്ചു. മോദിയക്കാർ അവളുടെ ധൈര്യം കണ്ട് ഭയചകിതരായി. പീഡിതരായ എന്റെ ജനം ആനന്ദത്താൽ ആർപ്പു വിളിച്ചു. ബലഹീനർ അട്ടഹസിച്ചു. ശത്രുക്കൾ വിറച്ചു. ശബ്ദഘോഷം മുഴക്കി അവർ വൈരിയെ തിരിച്ചോടിച്ചു. ദാസീപുത്രന്മാർ അവരെ പിളർന്നു. അഭയാർത്ഥികളുടെ മക്കളെന്നോണം അവർ മുറിവേൽപ്പിക്കപ്പെട്ടു. എന്റെ കർത്താവിന്റെ സൈന്യത്തിന്റെ മുൻപിൽ അവർ നശിച്ചു. ഞാൻ എന്റെ ദൈവത്തിന് പുതിയ കീർത്തനം ആലപിക്കും. കർത്താവെ, അങ്ങ് ഉന്നതനും മഹിമയാർന്നവനുമല്ലോ, അത്ഭുത പരാക്രമിയും അജയ്യനുമല്ലോ. അങ്ങയുടെ സൃഷ്ടികളെല്ലാം അങ്ങയെ സേവിക്കട്ടെ. അങ്ങ് കൽപ്പിച്ചു, അവ ഉളവായി. അവിടുന്ന് ആത്മാവിനെ അയച്ചു, അത് അവയ്ക്ക് രൂപമേകി. അവിടുത്തെ സ്വരം അപ്രരോധിതമാണ്. പർവ്വതങ്ങളുടെ അടിത്തറ തിരമാലകൾ കൊണ്ട് ഇളകും. അങ്ങയുടെ മുൻപിൽ പാറകൾ മെഴുകുപോലെ ഉരുകും. എന്നാൽ അങ്ങയുടെ ഭക്തരോട് അങ്ങ് കരുണ കാണിച്ചുകൊണ്ടിരിക്കും. സുരഭില കാഴ്ചയായി അവിടത്തേക്ക് അർപ്പിക്കുന്ന ബലി നിസാരം. ദഹനബലിക്കുള്ള കൊഴുപ്പ് എത്ര തുച്ഛം. എന്നാൽ കർത്താവിന്റെ ഭക്തൻ എന്നേക്കും വലിയവനായിരിക്കും. എന്റെ ജനത്തെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് ഹാ കഷ്ടം. വിധിദിനത്തിൽ സർവശക്തനായ കർത്താവ് അവരോട് പ്രതികാരം ചെയ്യും. അവരുടെ ശരീരങ്ങളിലേക്ക് തീയും പുഴുക്കളും അയക്കും. വേദനയാൽ അവർ നിത്യം വിലപിക്കും. ജെറൂസലേമിലെത്തിയപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു. ശുദ്ധീകരണം കഴിഞ്ഞ ഉടനെ ജനം ദഹനബലികളും സാഭീഷ്ട കാഴ്ചകളും മറ്റ് കാഴ്ചകളും അർപ്പിച്ചു. യൂദിത്ത് ജനം തനിക്ക് നൽകിയ ഹോളോഫർണസിന്റെ പാത്രങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. അവന്റെ കിടക്കറയിൽ നിന്ന് തനിക്കായി എടുത്തിരുന്ന മേൽക്കെട്ടി അവൾ കർത്താവിന് നേർച്ചയായി അർപ്പിച്ചു. ജനം ജെറൂസലേമിൽ വിശുദ്ധ മന്ദിരത്തിന്റെ മുൻപിൽ നിന്ന് 3 മാസക്കാലം ഉത്സവാഘോഷങ്ങൾ നടത്തി. യൂദിത്ത് അവരോടൊപ്പം വസിച്ചു. യൂദിത്തിന്റെ അന്തിമ വർഷങ്ങൾ. അതിനുശേഷം അവർ തങ്ങളുടെ പിതൃഭവനങ്ങളിലേക്ക് മടങ്ങി. യൂദിത്ത് ബെത്തൂലിയയിലേക്ക് പോയി. ജീവിതകാലം മുഴുവൻ സകല ജനത്തിനും ആദരണീയയായി അവൾ അവിടെ തന്റെ ഭൂമിയിൽ വസിച്ചു. അവളെ വിവാഹം ചെയ്യാൻ പലരും ആഗ്രഹിച്ചു. എന്നാൽ തന്റെ ഭർത്താവ് മനാസെ മരിച്ചു. പിതാക്കന്മാരോട് ചേർന്നത് മുതൽ ജീവിതകാലം മുഴുവൻ അവൾ വിധവയായി കഴിഞ്ഞു. അവളുടെ യശസ് നിരന്തരം വർദ്ധിച്ചു വന്നു. വൃദ്ധയായി 105 വയസ്സുവരെ അവൾ ഭർതൃഗ്രഹത്തിൽ വസിച്ചു. അവൾ തന്റെ ദാസിയെ സ്വതന്ത്രയാക്കി. യൂദിത്ത് ബെത്തൂലിയയിൽ വെച്ച് മൃതിയടഞ്ഞു. ഭർത്താവായ മനാസായെ അടക്കിയ കല്ലറയിൽ അവർ അവളെ സംസ്കരിച്ചു. ഇസ്രായേൽ ജനം അവളെ ഓർത്ത്
7 ദിവസം ദുഃഖമാചരിച്ചു. അവൾ മരിക്കുന്നതിന് മുമ്പ് സ്വത്തുക്കൾ ഭർത്താവായ മനാസായുടെ ഉറ്റബന്ധുക്കൾക്കും തന്റെ ഏറ്റവും അടുത്ത ചർച്ചക്കാർക്കും വീതിച്ചു കൊടുത്തു. യൂദത്തിന്റെ കാലത്തോ അവരുടെ മരണത്തിന് ശേഷം ദീർഘകാലത്തേക്കോ ആരും ഒരിക്കലും ഇസ്രായേൽ ജനതയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. ഇന്ന് യൂദിത്ത് അവസാനിക്കുകയാണ്. നാളെ മുതൽ എസ്തർ ആരംഭിക്കും. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് അക്വിറ്റായിലെ വിശുദ്ധ പ്രോസ്പറെ അനുസ്മരിക്കുന്ന ദിവസമാണ്. പ്രോസ്പർ ഫ്രാൻസിലെ അക്വിറ്റനയിൽ ജനിച്ചു. വ്യാകരണ പഠനത്തിന് ശേഷം മാർസയ്ക്ക് സമീപമുള്ള പ്രോവിൻസിലേക്ക് പോയി. വിശുദ്ധ ഹിലരിയോടൊപ്പം മാർപ്പാപ്പ സെലിസ്റ്റിനെ കണ്ട് വിശുദ്ധ അഗസ്തീനോസിന്റെ സിദ്ധാന്തത്തെ എതിർക്കുന്നവരെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിച്ച കാര്യം അദ്ദേഹത്തെ അറിയിച്ചു. പ്രോസ്പർ കൃതജ്ഞർ എന്നൊരു സുന്ദര കവിത എഴുതി. ദൈവവരപ്രസാദം ലഭിച്ചിട്ടും അത് അംഗീകരിക്കാത്ത കൃതജ്ഞരെ പറ്റിയാണ് ഈ കവിത. 440 വിശുദ്ധ ലയോ പാപ്പ പ്രോസ്പറിന്റെ സെക്രട്ടറിയാക്കി. ഈ സ്ഥാനം ഉപയോഗിച്ച് പലാജിയൻ പാഷണ്ഡത വിശുദ്ധ പ്രോസ്പർ തകർത്തു കളഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ മോന്തേ വിർജിനിലെ വിശുദ്ധ വില്യമിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. അക്വിറ്റായിലെ വിശുദ്ധ പ്രോസ്പറേയും മോന്തേ വിർജീനിയയിലെ വിശുദ്ധ വില്യമിന്റെയും മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ ഈ പ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.